തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കുവൈത്തിൽ പുതിയ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന സാഹചര്യത്തിൽ മന്ത്രിസഭ രാജിവെച്ചു. കുവൈത്തിലെ പരിഷ്കരിച്ച ഡൊമസ്റ്റിക് ലേബർ നിയമം ഗാർഹിക ജോലിക്കാരുടെ അവകാശങ്ങൾ ഉറപ്പു നൽകുന്നതാണെന്ന് ഡൊമസ്റ്റിക് ലേബർ ഡിപ്പാർട്ട്മെന്റ്. താമസകാര്യ വകുപ്പിന് കീഴിൽ തൊഴിലാളികളുടെ പരാതികൾ പരിശോധിക്കാനും നടപടിയെടുക്കാനും പ്രത്യേക സെൽ പ്രവർത്തിക്കുന്നതായി ഡിപ്പാർട്ട്മെന്റ് മേധാവി. വിശദമായ വാർത്തകളിലേക്ക്. കുവൈത്തിൽ പൊതു തെരഞ്ഞെടുപ്പിലൂടെ പുതിയ പാർലമെന്റ് നിലവിൽ വന്ന സാഹചര്യത്തിൽ മന്ത്രിസഭ രാജിവെച്ചു. പ്രധാനമന്ത്രി ഷെയ്ഖ് ജാബിർ മുബാറക് അൽ സബാഹ് ബയാൻ പാലസിലെത്തിയാണ് അമീറിന് രാജിക്കത്ത് കൈമാറിയത്. തെരഞ്ഞെടുക്കപ്പെട്ട എംപിമാരുടെ സത്യപ്രതിജ്ഞ ഡിസംബർ 11 നടക്കും. തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റിന്റെ ആദ്യ സമ്മേളനത്തിന് മുമ്പായി അമീർ ഷെയ്ഖ് സബാൽ അഹമ്മദ് അൽ സബാഹ് പുതിയ മന്ത്രിമാരെ പ്രഖ്യാപിക്കും. ഇതിനു മുന്നോടിയായാണ് പ്രധാനമന്ത്രി രാജിക്കത്ത് കൈമാറിയത്. അടുത്ത മാസം 11 15ാമത് നാഷണൽ അസംബ്ലിയുടെ ആദ്യ സമ്മേളനം. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഉൾപ്പെടെയുള്ള ചടങ്ങുകളായിരിക്കും ഡിസംബർ 11 സഭയിൽ നടക്കുക. അതിനിടെ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മുന്നേറ്റം നടത്തിയ പ്രതിപക്ഷ പാർലമെന്റിൽ മേൽക്കൈ നേടാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. സ്പീക്കർ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്നതുൾപ്പെടെയുള്ള ഭാവി പരിപാടികൾ ആലോചിക്കുന്നതിന് ഈ ആഴ്ച തന്നെ പ്രതിപക്ഷ എംപിമാർ യോഗം ചേരും. സ്വതന്ത്ര നിലപാടുള്ള എംപിമാരുമായി ധാരണയിലെത്തിയ ശേഷം പ്രത്യേക ബ്ലോക്ക് രൂപീകരിക്കാനാണ് പ്രതിപക്ഷ കക്ഷികളുടെ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ. 50 പാർലമെന്റ് സീറ്റുകളിൽ 24 നേടിയാണ് നാഷണൽ അസംബ്ലിയിലേക്ക് പ്രതിപക്ഷം തിരിച്ചെത്തുന്നത്. 15 ഇസ്ലാമിസ്റ്റ് കക്ഷി പ്രതിനിധികളും 9 അനുകൂലികളുമാണ് ശനിയാഴ്ച നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറിയത്. ഗോത്രവിഭാഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എംപിമാരിൽ കുറച്ചുപേരെയെങ്കിലും ഒപ്പം നിർത്താൻ കഴിഞ്ഞാൽ പാർലമെന്റിൽ പ്രതിപക്ഷത്തിനാകും മുൻതൂക്കം. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കുടിയേറ്റ നിയമത്തിൽ കാതലായ പരിഷ്കാരം വരുത്താൻ വൈകരുതെന്ന് പ്രവാസി ക്ഷേമം സംബന്ധിച്ച കേരള നിയമസഭാ സമിതി ചെയർമാൻ KV അബ്ദുൽ ഖാദർ MLA. കേരളത്തിലെ ഇടതു സർക്കാർ പ്രവാസി പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുമെന്നും അദ്ദേഹം പറഞ്ഞു. ദുബൈയിൽ മീഡിയ 1 ഗൾഫ് മാധ്യമം ഓഫീസുകളിൽ നടത്തിയ സന്ദർശനത്തിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നിലവിലെ കുടിയേറ്റ നിയമം കാലോചിതമായി പരിഷ്കരിക്കാൻ വൈകുന്നതാണ് പ്രവാസി പ്രശ്നങ്ങളിൽ കാതലായ നടപടി സ്വീകരിക്കാൻ പ്രധാന തടസ്സമെന്ന് MLA വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ ഇനിയെങ്കിലും കേന്ദ്ര സർക്കാർ യാഥാർത്ഥ്യബോധത്തോടെയുള്ള അടിയന്തര നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അത് പരിഷ്കരിച്ച് പ്രവാസി ക്ഷേമത്തിൽ അധിഷ്ഠിതമായൊരു നിയമം ഉണ്ടാക്കേണ്ടതുണ്ട്. നമ്മുടെ നയതന്ത്ര കാര്യാലയങ്ങളെ പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ഒരു സംവിധാനം കൂടിയായി മാറ്റേണ്ടതുണ്ട്. പിണറായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രവാസികൾ ഏറെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ നിലയ്ക്കുള്ള കൂടുതൽ നടപടികൾ ഉറപ്പാണെന്നും അബ്ദുൽ ഖാദർ MLA പറഞ്ഞു. പ്രവാസി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അടുത്തറിയുന്ന ഒരാളെന്നുള്ള നിലയിൽ ശ്രീ പിണറായി വിജയൻ ഈ കാര്യങ്ങൾ അതീവ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രവാസി പ്രശ്നങ്ങളിൽ മാധ്യമം പത്രവും മീഡിയ 1 ചാനലും നടത്തുന്ന ഇടപെടൽ ഏറെ ആഹ്ലാദകരമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇത്തരം വിഷയങ്ങൾ സർക്കാരിലേക്ക് എത്തിക്കുന്നതിൽ മീഡിയ 1 മാധ്യമം ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ വളരെ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രവാസി സംഘടനകളും ആ കാര്യത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ദുബൈ മീഡിയ സിറ്റിയിൽ ഗൾഫ് മാധ്യമം ചീഫ് എഡിറ്റർ VK ഹംസ അബ്ബാസിന്റെ നേതൃത്വത്തിൽ ഇരു സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ ചേർന്ന് MLA സ്വീകരിച്ചു. മീഡിയ 1 ദുബൈ. 3 പ്രമുഖ വാഹന ഇൻഷുറൻസ് കമ്പനികൾക്ക് സൗദി അറേബ്യൻ മോണിറ്ററി ഏജൻസി വിലക്ക് ഏർപ്പെടുത്തി. ഇൻഷുറൻസ് വ്യവസ്ഥകൾ പാലിക്കാത്തതിനാലാണ് നവംബർ 29 മുതൽ അനിശ്ചിതകാലത്തേക്ക് വാഹന ഇൻഷുറൻസ് കവറേജ് നൽകുന്നതിൽ നിന്ന് കമ്പനികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. മലാദ് ഇൻഷുറൻസ് കമ്പനി, മിഡിൽ ഈസ്റ്റ് ഗൾഫ് ഇൻഷുറൻസ് കമ്പനി അഥവാ മെഡ്ഗൾഫ്, അസീച്ച് അഥവാ യുണൈറ്റഡ് ഇൻഷുറൻസ് ഗ്രൂപ്പ് എന്നീ കമ്പനികൾക്കാണ് വിലക്ക്. സൗദി ഇൻഷുറൻസ് നിയമത്തിലെ 32ാം ഖണ്ഡിക അനുസരിച്ചാണിത്. ഇൻഷൂർ ചെയ്ത വാഹനോടമകളുടെ പരാതികൾ പരിഹരിക്കുന്നതിൽ വീഴ്ച വരുത്തി, വിവിധ കക്ഷികൾക്ക് നൽകാനുള്ള അവകാശങ്ങൾ കൊടുത്തുവിട്ടുന്നതിലും വീഴ്ച വരുത്തി, കവറേജിൽ പറഞ്ഞ വ്യവസ്ഥകൾ ലംഘിച്ചു എന്നിവയാണ് വിലക്കിന് കാരണം. പരാതികൾ പരിഹരിച്ച് അവസ്ഥ മെച്ചപ്പെടുന്നതുവരെ വിലക്ക് തുടരുമെന്ന് സാമ അറിയിച്ചു. നിലവിലുള്ള പരാതികൾ പരിഹരിക്കാതിരിക്കാൻ കമ്പനികൾക്ക് നിലവിലെ വിലക്ക് ന്യായമാകരുത്. ഈ കമ്പനികൾ മുമ്പ് നൽകിയ വാഹന ഇൻഷൂർ കാർഡുകൾ കാലാവധിയുള്ള കാലത്തോളം സേവനം തുടർന്ന് നൽകണമെന്നും സാമ നിർദ്ദേശിച്ചു. ഇത്തരം ബാധ്യതകളിൽ വീഴ്ച വരുത്തിയാൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും സാമ മുന്നറിയിപ്പ് നൽകി. അസർപുള്ളിയിൽ മീഡിയ 1 റിയാദ്. 4 മാസത്തിനകം ഖത്തറിലെ ഇന്ത്യൻ തൊഴിലാളികൾ തിങ്ങി താമസിക്കുന്ന ഇൻഡസ്ട്രിയൽ ഏരിയയിലും അൽക്കോറിലും ഉൾപ്പെടെ 3 കേന്ദ്രങ്ങളിൽ കൂടി ഇന്ത്യൻ എംബസിക്കു കീഴിൽ കോൺസുലർ സർവീസുകൾ ആരംഭിക്കുമെന്ന് ഇന്ത്യൻ അംബാസിഡർ P. കുമരൻ പറഞ്ഞു. സാധാരണ തൊഴിലാളികളുടെ ക്ഷേമത്തിന് മുന്തിയ പരിഗണന നൽകുന്ന ഇന്ത്യൻ എംബസി പാസ്പോർട്ട് വിസ സേവനങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യാനൊരുങ്ങുന്നതായും അംബാസിഡർ പറഞ്ഞു. ദോഹയിൽ 15ാമത് ഏഷ്യൻ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Consular facilities we are planning to extend in the
industrial areas where a large number of workers reside, especially Indian workers. We are planning to outsource passport and visa services, and in about 3 or 4 months we should soon have passport service centers available in the industrial area in Salwa and also in Alcor. This will ensure that Indian workers and others living in these two areas will be able to benefit directly from consular services without having. കുവൈത്തിലെ പരിഷ്കരിച്ച ഡൊമസ്റ്റിക് ലേബർ നിയമം ഗാർഹിക ജോലിക്കാർക്കുൾപ്പെടെ അവകാശങ്ങൾ ഉറപ്പു നൽകുന്നതാണെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ ഡൊമസ്റ്റിക് ലേബർ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. തൊഴിലാളികളുടെ പരാതികൾ പരിശോധിക്കാനും നടപടിയെടുക്കാനും പ്രത്യേക സെൽ താമസകാര്യ വകുപ്പ് കീഴിൽ പ്രവർത്തിക്കുന്നതായി ഡിപ്പാർട്ട്മെന്റ് മേധാവി മുഹമ്മദ് അൽ അജ്മി പറഞ്ഞു. താമസകാര്യ വകുപ്പ് ആസ്ഥാനത്ത് മാധ്യമപ്രവർത്തകരുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് അധികൃതർ ഗാർഹിക നിയമങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത്. കുവൈത്ത് അടുത്തിടെ നടപ്പാക്കിയ ഗാർഹിക തൊഴിലാളി നിയമം അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ളതാണെന്നും തൊഴിലുടമയുടെയും തൊഴിലാളിയുടെയും അവകാശങ്ങൾക്ക് തുല്യ പ്രാധാന്യം നൽകുന്നതാണെന്നും ഡൊമസ്റ്റിക് ലേബർ ഡിപ്പാർട്ട്മെന്റ് മേധാവി പറഞ്ഞു. ജോലിക്കാരുടെ ശമ്പളത്തോടുകൂടിയുള്ള വാരാന്ത വാർഷിക അവധികൾ, താമസം, ഭക്ഷണം എന്നിവയെല്ലാം നിയമം ഉറപ്പു നൽകുന്നതായി സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ കേണൽ ഹമദ് റഷീദ് അൽ തവാല പറഞ്ഞു. ഗാർഹിക തൊഴിലാളികളെ തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും ചുമതലകളെക്കുറിച്ചും ബോധവൽക്കരിക്കാൻ നിയമം ലളിതമായി വിവരിക്കുന്ന കൈപ്പുസ്തകം ഇംഗ്ലീഷ്, ഉറുദു, ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ തയ്യാറാക്കിയതായും അധികൃതർ അറിയിച്ചു. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ മകൾ ഷെയ്ഖ ലത്തീഫയുടെ വിവാഹ നിശ്ചയം ചൊവ്വാഴ്ച നടക്കും. റാസൽ ഖൈമയിലെ രാജകുടുംബാംഗമായ ഷെയ്ഖ് ഫൈസൽ സൗദ് അൽ ഖാസിമിയാണ് വരൻ. കല്യാണ വിവരം അറിയിച്ചത് ഷെയ്ഖ ലത്തീഫ തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ചിത്രസഹിതം പുറത്തുവിട്ട വിവരം അല്പസമയം കൊണ്ട് നാടാകെ പരന്നു. പ്രതിശ്രുത വരൻ ഷെയ്ഖ് മുഹമ്മദിനൊപ്പം നിൽക്കുന്ന ചിത്രവും ആശംസകളും പ്രാർത്ഥനകളും പങ്കുവച്ച് നൂറുകണക്കിന് ആളുകളാണ് എത്തിയത്. ദേശീയാഘോഷവേളയിൽ കുരുക്കില്ലാത്ത ഗതാഗതം സുഗമമാക്കാൻ ദുബൈ ട്രാഫിക് പോലീസ് 148 ട്രാഫിക് പട്രോളുകൾ ഒരുക്കും. സുരക്ഷിതമായി വാഹനങ്ങൾ ഓടിക്കണമെന്നും പോലീസ് നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ട്രാഫിക് പോലീസ് മേധാവി പറഞ്ഞു. 47 ട്രാഫിക് പെട്രോൾ കാറുകൾ, 35 കാൽനട പെട്രോൾ സംഘം, 20 പോലീസുകാർ എന്നിവ അടങ്ങിയ വ്യൂഹത്തെ ബർദുബൈ, അൽസുഫ റോഡ്, JBR എന്നിവിടങ്ങളിൽ വിന്യസിക്കും. മറ്റൊരു സംഘം ദേര, റിഖ, മംസാർ, റാഷിദിയ, ഖലൈസ് റോഡ്, അമ്മാൻ സ്ട്രീറ്റ്, ഇത്തിഹാദ് റോഡ് എന്നിവിടങ്ങളിൽ നിലയുറപ്പിക്കും. ഘോഷയാത്രകളും കലാസാംസ്കാരിക പരിപാടികളും മേളകളുമെല്ലാം നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നടക്കുമ്പോൾ ഗതാഗതം പ്രയാസരഹിതമാക്കുകയാണ് പ്രത്യേക പെട്രോളിന്റെ ലക്ഷ്യമെന്ന് ദുബൈ ട്രാഫിക് പോലീസ് ഡയറക്ടർ ബ്രിഗേഡിയർ സൈഫ് മുഹേർ അൽ മസൂരി പറഞ്ഞു. ഇതോടൊപ്പം നിയമലംഘനം ഉണ്ടാവുന്നില്ല എന്നുറപ്പാക്കാനും ശ്രമിക്കും. അമിതവേഗതയും നിയമലംഘനങ്ങളും കണ്ടെത്താൻ റോഡുകളിൽ കൂടുതലായി മൊബൈൽ സ്പീഡ് ക്യാമറകൾ സ്ഥാപിക്കും. മീഡിയ 1, ദുബൈ. UAEയുടെ 45ാം ദേശീയ ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പുതിയൊരു റെക്കോർഡിന് രൂപം നൽകി. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ വിജയമുദ്രയുടെ മാതൃകയിലായിരുന്നു കുട്ടികൾ അണിനിരന്നത്. ദുബൈയിലെ ജെംസ് ഗ്രൂപ്പാണ് ചരിത്രവിസ്മയം തീർത്തത്. ദേശീയ പതാകയുടെ വർണ്ണമുള്ള ടീഷർട്ടും തൊപ്പിയും ധരിച്ച് കൈപ്പത്തി ചിഹ്നത്തിലായിരുന്നു കുട്ടികൾ ആദ്യം അണിനിരന്നത്. 2223 വിദ്യാർത്ഥികൾ ചേർന്ന് പൊടുന്നന തന്നെ വിജയമുദ്രയായി മാറുകയായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത മുദ്ര എന്ന റെക്കോർഡും ഇതോടെ ജെംസ് ഗ്രൂപ്പിന് സ്വന്തമായി. UAE എന്ന ലോകോത്തര രാജ്യത്തോടും ഭരണാധികാരികളോടുമുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനുള്ള മികച്ച അവസരമായാണ് തങ്ങൾ ഈ സംരംഭത്തെ കാണുന്നതെന്ന് സംഘാടകർ വ്യക്തമാക്കി. ലോക റെക്കോർഡിന്റെ ഭാഗമായി മാറാൻ സാധിച്ചതിലുള്ള ആവേശത്തിലായിരുന്നു വിദ്യാർത്ഥികൾ. ജെംസ് ഗ്രൂപ്പിന്റെ 3ാമത് ലോക റെക്കോർഡ് കൂടിയാണിത്. മുമ്പ് കൂടുതൽ പേരെ അണിനിരത്തി ദേശീയ ദിനത്തെ അവിസ്മരണീയമാക്കിയ സ്ഥാപനം 119 രാജ്യക്കാർ ചേർന്ന് UAEയുടെ ദേശീയഗാനം ആലപിച്ചതിന്റെ റെക്കോർഡും സ്വന്തമാക്കിയിരുന്നു. മീഡിയ 1, ദുബൈ. കുനിയിൽ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചേർക്കപ്പെട്ട് സൗദി അറേബ്യയിൽ അറസ്റ്റിലായ അബ്ദുൽ സബൂറിനെ കേരള പോലീസ് ഏറ്റുവാങ്ങി. ഇന്റർപോൾ കസ്റ്റഡിയിൽ നിന്നും ഏറ്റുവാങ്ങിയ പ്രതിയുമായി പ്രത്യേക സംഘം റിയാദിൽ നിന്നും ഡൽഹിയിലേക്ക് തിരിച്ചു. സംഘം നാളെ കൊച്ചിയിലെത്തും.
അബ്ദുൽ സബൂറിനെ ഇന്ത്യയിലെത്തിക്കുന്നതിനായി കേരള പോലീസിന്റെ പ്രത്യേക സംഘം ഇന്ന് പുലർച്ചെയാണ് റിയാദിലെത്തിയത്. കേസ് അന്വേഷണം നടത്തിയ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി മോഹനചന്ദ്രൻ, മലപ്പുറം അഡ്മിനിസ്ട്രേറ്റീവ് ഡിവൈഎസ്പി അബ്ദുൽ ഖാദർ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. വൈകിട്ട് 5:30 ഇന്റർപോൾ പ്രതിയെ വിമാനത്താവളത്തിനകത്ത് എത്തിച്ച് കേരള പോലീസിന് കൈമാറുകയായിരുന്നു. ഇന്റർപോൾ അറിയിച്ചതിലും നേരത്തെ സംഘം സൗദിയിലെത്തിയത് ചില പ്രയാസങ്ങളുണ്ടാക്കിയെങ്കിലും പല ഭാഗങ്ങളിൽ നിന്നുണ്ടായ ഇടപെടലാണ് ഇന്നു തന്നെ പ്രതിയെ കൈമാറാൻ സഹായിച്ചത്. വൈകിട്ട് 7-നുള്ള എയർ ഇന്ത്യയുടെ ഡൽഹി വിമാനത്തിലാണ് അബ്ദുൽ സബൂറുമായി സംഘം യാത്ര തിരിച്ചത്. 6 മാസം മുമ്പാണ് അസീർ പ്രവശ്യയിൽ നിന്നും ഇന്റർപോൾ നിർദ്ദേശപ്രകാരം സൗദി പോലീസ് സബൂറിനെ അറസ്റ്റ് ചെയ്തത്. ജിസാൻ ജയിലിലായിരുന്ന ഇയാളെ പിന്നീട് റിയാദിലേക്ക് മാറ്റുകയായിരുന്നു. 2012 ജൂൺ 10 രാത്രി 7:30 അരീക്കോടിനടുത്ത് കുനിയിൽ സഹോദരന്മാരായ കൊളക്കാടൻ ആസാദും കൊളക്കാടൻ അബൂബക്കറും കൊല്ലപ്പെട്ട കേസിൽ പ്രതിയാണ് കുനിയിൽ ഓത്തുപള്ളിപ്പുറയിൽ സ്രാമ്പിക്കൽ കോട്ട അബ്ദുൽ സബൂർ. മഞ്ചേരി ജില്ലാ കോടതിയിൽ സമർപ്പിച്ച കേസിൽ 17ാം പ്രതിയാണ് സബൂർ. ഗൂഢാലോചന, കുറ്റത്തിന് പ്രേരണ, അധികാരികളെ അറിയിക്കാതെ മറച്ചുവെക്കൽ എന്നീ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഡിസംബർ ആദ്യ ആഴ്ച കേസിൽ വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് പ്രതിയെ പോലീസ് കേരളത്തിലെത്തിക്കുന്നത്. മീഡിയ 1, ജിദ്ദ. ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞു. 3 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഡോളറുമായുള്ള ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞത്. ഇതോടെ ഗൾഫ് കറൻസികൾക്ക് മികച്ച വിനിമയ മൂല്യമാണ് പ്രവാസികൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ റബി മുഹമ്മദ് ഉണ്ട് ജിദ്ദയിൽ നിന്ന്. റബി, ഇന്ത്യയിലെ നോട്ട് അസാധുവാക്കൽ ആണോ ഇപ്പോഴത്തെ സാഹചര്യത്തിന് കാരണം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വിത, കഴിഞ്ഞ നവംബർ 8 പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് ശേഷം ഇന്ത്യൻ കറൻസിയുടെ മൂല്യം ഇടിയുന്നതായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രവാസികൾക്ക് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചയിലും കഴിഞ്ഞ ആഴ്ചയിലുമായി 18 രൂപയോളം സൗദി റിയാലിന് സൗദി റിയാലിന് 18 രൂപ കിട്ടുന്ന ഒരു അവസ്ഥയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം എന്നുള്ളത്. ഇന്നും സൗദി അറേബ്യയിലെ വിവിധ മണി എക്സ്ചേഞ്ചുകളിലും വിനിമയം നടന്നത് ഈ രീതിയിൽ തന്നെയാണ്. 18 രൂപ 10 പൈസ വരെ ഇന്ന് ലഭിച്ച സ്ഥാപനങ്ങളുണ്ട്. പല സ്ഥാപനങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലായി ഏകദേശം 18 രൂപയോട് ചേർന്നുകൊണ്ടുള്ള വിനിമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാസം അവസാനത്തിലേക്ക് കടന്നതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ശമ്പളം ലഭിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ ഒരു സാഹചര്യം ഗുണപ്രദമായിട്ടാണ് പ്രവാസികൾ വിലയിരുത്തുന്നത്. രൂപയുടെ മൂല്യം ഇടിഞ്ഞത് ഒരു ഗുണകരമായിട്ടുള്ള ഒരു മാറ്റമായിട്ടാണ് പ്രവാസികൾ കാണുന്നത്. 17 രൂപ 40 പൈസ ഉണ്ടായിരുന്ന നവംബർ 8 പ്രഖ്യാപന സമയത്ത് 17 രൂപ 40 പൈസയായിരുന്നു ഒരു സൗദി റിയാലിന് ലഭിച്ചിരുന്നത്. ഇതാണ് ഇപ്പോൾ 18 രൂപയ്ക്ക് മുകളിൽ എത്തിയിരിക്കുന്നത്. ഇന്റർനെറ്റിൽ ആഗോള തലത്തിൽ നോക്കുകയാണെങ്കിൽ അത് 18 രൂപ 30 പൈസ എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ പ്രവാസികളെ സംബന്ധിച്ചോളം ഈ ഒരു നിരക്ക് മാത്രമാണ് അവർക്ക് ലഭിക്കുക. UAE ദിർഹവും അതുപോലെ തന്നെ മറ്റ് ഗൾഫ് കറൻസികൾക്കെല്ലാം തന്നെ മെച്ചപ്പെട്ട വിനിമയ നിരക്കാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സാധാരണക്കാരായ പ്രവാസികളെല്ലാം തന്നെ ഗുണകരമായി ബാധിക്കുന്നുണ്ട്. അതേസമയം ബാങ്കുകളിൽ നിന്നും പണം ലഭിക്കാനുള്ള പ്രയാസം, ATM-ൽ നിന്നും പണം പിൻവലിക്കുന്ന പരിധി നിശ്ചയിച്ചതും പ്രവാസികളുടെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിദേശ മണി എക്സ്ചേഞ്ചുകൾക്കെല്ലാം തന്നെ ഇപ്പോഴുള്ള നോട്ട് മാറ്റം കാരണം വലിയ നഷ്ടമുണ്ടാകുന്ന നേരത്തെ തന്നെ അവർ വ്യക്തമാക്കിയിരുന്നു. തങ്ങളുടെ വരുമാനത്തിന് 30% നഷ്ടമുണ്ടാകുമെന്നാണ് ജിദ്ദയിലെ ഒരു പ്രമുഖ മണി എക്സ്ചേഞ്ച് ഉടമ കഴിഞ്ഞ ആഴ്ച വ്യക്തമാക്കിയത്. ഏതായാലും ഡോളറിനെതിരെയുള്ള ഇന്ത്യൻ രൂപയുടെ ഈ മൂല്യമിടിവ് വളരെ ഒരു സഹായകരമായിട്ടാണ് പ്രവാസികൾ വിലയിരുത്തുന്നത്. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞിരിക്കുന്നു. ഇത് പ്രവാസികൾക്ക് ഗുണകരമാവുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. റബി മുഹമ്മദാണ് ജിദ്ദയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കരിപ്പൂർ വിമാനത്താവളത്തിനെതിരെ നടക്കുന്ന ഗൂഢാലോചനകളെ തുറന്നു കാണിക്കുന്ന കൾച്ചറൽ ഫോറം പഠന റിപ്പോർട്ട് ദോഹയിൽ പുറത്തിറക്കി. കരിപ്പൂരിൽ ടേബിൾ ടോപ്പ് റൺവേ ആണെന്നും വലിയ വിമാനങ്ങൾ ഇറക്കാൻ ബുദ്ധിമുട്ടാണെന്നുമുള്ള പ്രചാരണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് റിപ്പോർട്ട്. കരിപ്പൂരിൽ നടക്കുന്നത് ഗൂഢാലോചന എന്ന തലക്കെട്ടിൽ ഖത്തറിലെ കൾച്ചറൽ ഫോറം മലപ്പുറം, കോഴിക്കോട് ജില്ലാ കമ്മിറ്റികളുടെ മേൽനോട്ടത്തിലാണ് പഠന റിപ്പോർട്ട് പുറത്തിറക്കിയത്. ലക്നൌ വിമാനത്താവളം, സാന്റിയാഗോ വിമാനത്താവളം എന്നിവയെ മുൻനിർത്തിയും അന്താരാഷ്ട്ര വിദഗ്ധരുടെ മേൽനോട്ടത്തിലുമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. കരിപ്പൂരിൽ നിലവിലുള്ള 2850 മീറ്റർ റൺവേ വെച്ച് തന്നെ വൈഡ് ബോഡിയുടെ വിമാനങ്ങൾ ഇറക്കാമെന്നിരിക്കെ സാങ്കേതിക കാരണങ്ങൾ നിരത്തി കരിപ്പൂരിനെ തകർക്കാൻ ബോധപൂർവമായ നീക്കങ്ങൾ നടക്കുന്നതായി കൾച്ചറൽ ഫോറം ആരോപിച്ചു. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ മാനദണ്ഡപ്രകാരം വലിയ വിമാനങ്ങൾ ഇറക്കാൻ കരിപ്പൂരിലെ റൺവേ അനുയോജ്യമാണ്. എന്നിട്ടും റീകാർപ്പറ്റിംഗ് ജോലികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാത്തത് വിമാനത്താവളത്തോടുള്ള അവഗണനയാണ്. നെടുമ്പാശ്ശേരി, കണ്ണൂർ വിമാനത്താവളങ്ങളുമായി ബന്ധപ്പെട്ട സ്വകാര്യ ലോബികൾക്ക് വേണ്ടി രാഷ്ട്രീയവും സാമ്പത്തികവുമായ താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നും കൾച്ചറൽ ഫോറം ആരോപിച്ചു. ICBF മുൻ പ്രസിഡന്റും സാമൂഹിക പ്രവർത്തകനുമായ കരീം അബ്ദുല്ലക്ക് ആദ്യ കോപ്പി നൽകി
കൾച്ചറൽ ഫോറം ആക്ടിംഗ് പ്രസിഡന്റ് സുഹൈൽ ശാന്തപുരവും കരിപ്പൂർ ഉപദേശക സമിതി അംഗം ഫരീദ് തിക്കോടിയും ചേർന്നാണ് പഠന റിപ്പോർട്ട് പ്രകാശനം ചെയ്തത്. തുടർന്ന് FCC ഹാളിൽ നടന്ന ചർച്ചയിൽ വിവിധ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു. മലബാറിലേക്കുള്ള പ്രവേശന കവാടമായ കരിപ്പൂരിനെ തകർക്കാനുള്ള നീക്കങ്ങൾ തിരിച്ചറിഞ്ഞ് ചെറുക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കുന്ന റിപ്പോർട്ടാണ് കൾച്ചറൽ ഫോറം പുറത്തിറക്കിയതെന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞു. മീഡിയ 1 ദോഹ. ഡിസംബർ 2-ന് കൈരളി സംഘടിപ്പിക്കുന്ന കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി കേരള നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ സലാലയിലെത്തുന്നു. കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 1-ന് സലാലിലെത്തുന്ന സ്പീക്കർക്ക് ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെയും മലയാള വിഭാഗത്തിന്റെയും വിവിധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ ക്ലബ്ബ് ഹാളിൽ സ്വീകരണം നൽകും. ഡിസംബർ 2 വൈകിട്ട് 7-ന് മ്യൂസിയം ഹാളിൽ നടക്കുന്ന കലോത്സവത്തിൽ അദ്ദേഹം മുഖ്യാതിഥിയായി സംബന്ധിക്കും. കവി മുരുകൻ കാട്ടാക്കടയും കലോത്സവത്തിൽ അതിഥിയായി എത്തുന്നുണ്ട്. 100-ലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന വൈവിധ്യങ്ങളായ കലാപരിപാടികളും അരങ്ങേറും. മുരുകൻ കാട്ടാക്കടയുമായി കുട്ടികൾക്കും മുതിർന്നവർക്കുള്ള മുഖാമുഖവും ഡിസംബർ 3-ന് ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ ബാബുരാജ്, സി വിനയകുമാർ, AK പവിത്രൻ, CK പ്രകാശൻ, KA റഹീം, പ്രശാന്ത് തെക്കെടുത്ത് എന്നിവർ സംബന്ധിച്ചു. മീഡിയ 1 സലാല. പോലീസിന്റെയും രാഷ്ട്രീയക്കാരുടെയും സഹായത്തോടെയാണ് മാഹിയിൽ മദ്യലോബി തഴച്ചു വളരുന്നതെന്ന് മാഹി MLA പ്രൊഫസർ വി രാമചന്ദ്രൻ ദോഹയിൽ പറഞ്ഞു. രാഷ്ട്രീയക്കാരുടെ തണലിൽ കഴിയുന്ന മദ്യലോബിക്കെതിരായി നിലപാടെടുത്ത തനിക്കെതിരെയും നീക്കമുണ്ടായതായും സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച പ്രൊഫസർ വി രാമചന്ദ്രൻ MLA പറഞ്ഞു. ഖത്തർ മാഹി അസോസിയേഷന്റെ 9ാം വാർഷികാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനായാണ് അദ്ദേഹം ദോഹയിലെത്തിയത്. പുന്നേർകുളം സൈനുദ്ദീൻ രചിച്ച ഓൺലൈനിൽ ശ്രീജ വിളിക്കുന്നു, ബുൾഫൈറ്റർ എന്നീ പുസ്തകങ്ങളുടെ ചർച്ച നടന്നു. ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ മലയാള സാഹിത്യവേദിയും കൈരളി ബുക്സും സംയുക്തമായാണ് ചർച്ച സംഘടിപ്പിച്ചത്. ബുൾഫൈറ്റർ ഉൾപ്പെടെയുള്ള പുന്നേർകുളത്തിന്റെ രചനകളിൽ മലയാളത്തിൽ ഇന്നേവരെ ആവിഷ്കരിക്കപ്പെടാത്ത കഥാപരിസരങ്ങളാണുള്ളതെന്ന് ചർച്ചയിൽ അഭിപ്രായമുയർന്നു. നിസാർ സെയ്ദ് അധ്യക്ഷത വഹിച്ചു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സെക്രട്ടറി ബിജു സോമൻ ഉദ്ഘാടനം ചെയ്തു. വിജു സി പരവൂർ സ്വാഗതം പറഞ്ഞു. EK ദിനേശൻ പുസ്തകാവതരണം നടത്തി. സോണി ജോസ്, വേളൂക്കാരൻ, രാകേഷ് വെങ്കടങ്ങ്, ദീപ ചിറയിൽ, പ്രിയ മോഹൻ, TK ഉണ്ണി, ചന്ദ്രപ്രകാശ് എടവന, ജനാർദ്ദനൻ ഇളയിടം, നിസാർ പുത്തൻപള്ളി, അബ്ദുല്ലക്കുട്ടി ചേറ്റുവ, ഇർഫാദ് മൈപ്പടി, ഉനൈസ് തുടങ്ങിയവർ സംസാരിച്ചു. തന്റെ കഥകൾക്ക് പ്രവാസ ലോകത്തും പുറത്തും ആസ്വാദകരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ ഏറെ ആഹ്ലാദകരമാണെന്ന് പുന്നയൂർക്കുളം സൈനുദ്ദീൻ പറഞ്ഞു. ബുൾഫൈറ്റർ എഴുതിയ അതിന്റെ നല്ലൊരു പ്രതികരണമായിരുന്നു. ഉടനെ തന്നെ 2ാമത്തെ എഡിഷൻ വന്നു. അപ്പോൾ പിന്നീട് ഈ ഓൺലൈൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മൾ അത് വിട്ട് കുറെ കൂടി നാട്ടിലെ ഇവിടുത്തെ തന്നെ കുറെ കൂടി ഡീപ്പായിട്ടുള്ള ഒരു പൊളിറ്റിക്സ്, പ്രവാസം, ജീവിതം, പിന്നെ നാട്ടിലെ ആളുകളുടെ ഒരു ജീവിതം, രാഷ്ട്രീയം കൂടിക്കലർന്ന അത്ര ഒരു പൊളിറ്റിക്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള കഥകളാണ്. ചടങ്ങിൽ TV കൊച്ചുബാവിയുടെ അനുസ്മരണ പ്രഭാഷണം സലീം അയ്യനത്ത് നിർവഹിച്ചു. മീഡിയ 1 ഷാർജ. കുവൈത്തിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി മെഗാ ആർട്ട് ഫെസ്റ്റിവൽ ഒരുങ്ങുന്നു. ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ സംഘടിപ്പിക്കുന്ന കലാമാമാങ്കത്തിൽ 21 സ്കൂളുകളിൽ നിന്നായി 2000-ലേറെ വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ഡിസംബർ 1-2 തീയതികളിൽ കമ്മ്യൂണിറ്റി സ്കൂളിന്റെ സീനിയർ, ജൂനിയർ, അമ്മാൻ ശാഖകളിലായാണ് കലാമത്സരങ്ങൾ അരങ്ങേറുക. കുവൈത്തിൽ ആദ്യമായാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി ഇന്റർ സ്കൂൾ കലാമേളയ്ക്ക് അരങ്ങൊരുങ്ങുന്നതെന്ന് കമ്മ്യൂണിറ്റി സ്കൂൾ സീനിയർ അഡ്മിനിസ്ട്രേറ്ററും മെഗാ ആർട്ട് ഫെസ്റ്റിവലിന്റെ മുഖ്യ സംഘാടകനുമായ ഡോക്ടർ വി ബിനുമോൻ പറഞ്ഞു. The beauty of this event is this is the first time a school is taking the lead to conduct such a type of program, and maybe it's the first time in the Middle East also a school is organizing such a mega event. 80ഓളം ഇനങ്ങളിലാണ് വിദ്യാർത്ഥികൾ മാറ്റുരക്കുക. സ്റ്റേജ് തര മത്സരങ്ങൾ ഇതിനോടകം ആരംഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഡിസംബർ 1-2 തീയതികളിൽ സീനിയർ സ്കൂളിലെ 3 വേദികളിലും ജൂനിയർ അമ്മാൻ ബ്രാഞ്ചുകളിലും സ്റ്റേജ് ഇനങ്ങൾ അരങ്ങേറും. കുവൈത്തിലെ ബ്രിട്ടീഷ് അംബാസഡർ മാത്യു ജെയിംസ് ലോഡ്ജ്, നടിയും നർത്തകിയുമായ സുധാ ചന്ദ്രൻ, കുവൈത്ത് വിദ്യാഭ്യാസ മന്ത്രാലയം പ്രതിനിധികൾ എന്നിവർ വ്യാഴാഴ്ച കാലത്തു നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കും. ഗ്രേറ്റ് ഓസ്കാർ വിന്നർ പത്മശ്രീ ഡോക്ടർ റസൂൽ പൂക്കുട്ടി will be giving away the prizes to all the winners. വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന ചടങ്ങിൽ ഇന്ത്യൻ സ്ഥാനപതി സുനിൽ ജെയിൻ മുഖ്യാതിഥിയാകും. ICSK ബോർഡ് സെക്രട്ടറി അമീർ മുഹമ്മദ്, അമ്മാൻ സ്കൂൾ പ്രിൻസിപ്പൽ രാജേഷ് നായർ, പ്രോഗ്രാം കൺവീനർ ജേക്കബ് ജോർജ്, ജോയിന്റ് കൺവീനർ സുനീഷ് മാത്യു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഹലാൽ ഡേയ്സ് പ്രവർത്തനം തുടങ്ങി. UAE-യിലും കേരളത്തിലുമാണ് പ്രവർത്തനമെങ്കിലും ലോകത്തെവിടെയും യാത്ര ചെയ്യാൻ സൗകര്യമൊരുക്കുമെന്ന് ഡയറക്ടർ ഷമീം ഇസ്മയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചൂഷണങ്ങളിൽ നിന്ന് സഞ്ചാരികളെ രക്ഷിക്കുകയും നല്ല വഴി കാണിച്ചു കൊടുക്കുകയുമാണ് ഹലാൽ ഡേയ്സിന്റെ ദൗത്യം. മുഹമ്മദ് ഷാ മൗലവി, ആരിഫ് ഇക്ബാൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഫിദൽ കാസ്ട്രോയ്ക്ക് ആദരവുമായി ക്യൂബയിലെ കലാകാരന്മാരും കായിക താരങ്ങളും.
ക്യൂബയിലെ കലാകായിക രംഗത്തെ പ്രമുഖർ ആദരമർപ്പിച്ചുകൊണ്ടുള്ള ചടങ്ങിൽ പങ്കെടുത്തു. ഫിദലിന്റെ നിര്യാണത്തെ തുടർന്ന് 9 ദിവസത്തെ ദുഃഖാചരണമാണ് രാജ്യത്ത് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്യൂബൻ ഗായകൻ ഒമാറ പോർത്തുവാൻഡയുടെ സംഗീത നിശയോടെയാണ് പരിപാടി ആരംഭിച്ചത്. രാജ്യത്തെ ഏറ്റവും പ്രിയ നേതാവിന് ആദരസൂചകമായി ആടിയും പാടിയും അനുഭവങ്ങൾ പങ്കുവച്ചും തങ്ങളുടെ ഇഷ്ടം കലാകായിക താരങ്ങൾ പ്രകടിപ്പിച്ചു. മറ്റു രാജ്യങ്ങൾക്കിടയിൽ തങ്ങളുടെ ശക്തി പ്രകടിപ്പിച്ച് ഫിദൽ കാസ്ട്രോയോടുള്ള സ്നേഹം ക്യൂബക്കാർ പ്രകടിപ്പിക്കണമെന്നാണ് ഒളിമ്പിക് സ്വർണ്ണ ജേതാവ് ജാവിയർ സൊട്ടോമേയറുടെ അഭിപ്രായം. Nuestra revolución ha sido logrando muchos éxitos, demostrándole al mundo de lo que somos capaces y es las cosas que vamos a seguir haciendo hoy y vamos a seguir haciéndolo adelante, pese a la ausencia del comandante porque partió físicamente. ക്യൂബൻ സ്പ്രിന്റർ അന്ന ക്യൂറോട്ട്, പോപ്പ് ഗായകൻ ഇസ്രായേൽ റോജാസ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 90-ാം വയസ്സിൽ ഫിദൽ കാസ്ട്രോ മരിച്ചത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. മിഡി സ്റ്റാർ അവസാനിക്കുന്നു. നമസ്കാരം.